Chapter 7 Equilibrium. ഇക്വിലിബ്രിയത്തെ കുറിച്ച് നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ സന്തുലനാവസ്ഥ. First, let's see what is a reversible reaction and what is an irreversible reaction. The reactions which takes place only in one direction is called an irreversible reaction. ഒരു ഡയറക്ഷനിലേക്ക് മാത്രം നടക്കുന്ന റിയാക്ഷൻസ് ആണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. അതായത് റിയാക്റ്റൻസ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു, തിരിച്ച് പ്രോഡക്റ്റ് റിയാക്റ്റൻസ് ആയിട്ട് മാറുന്നില്ല. ഒരു ഡയറക്ഷനിൽ മാത്രം നടക്കുന്ന റിയാക്ഷൻസ് ആണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. ഒരു എക്സാമ്പിൾ നോക്കാം. എ ഗിവ്സ് ബി ആണെങ്കിൽ എ എന്ന റിയാക്റ്റന്റ് ബി എന്ന പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. ഈ റിയാക്ഷൻ ഒരു ഡയറക്ഷനിൽ മാത്രമേ നടക്കുന്നുള്ളൂ. അതായത് എ എന്ന റിയാക്റ്റന്റ് ബി എന്ന പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു, തിരിച്ച് ബി എന്ന പ്രോഡക്റ്റ് എ എന്ന റിയാക്റ്റന്റ് ആയിട്ട് മാറുന്നില്ല. ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ മാത്രം നടക്കുന്ന റിയാക്ഷൻസ് ആണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ്. ഇനി എന്താണ് റിവേഴ്സിബിൾ റിയാക്ഷൻസ്? The reactions which takes place in two directions are called reversible reactions. രണ്ട് ഡയറക്ഷനിലും നടക്കുന്ന റിയാക്ഷൻസ് ആണ് റിവേഴ്സിബിൾ റിയാക്ഷൻസ്. അതായത് റിയാക്റ്റൻസ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു, പ്രോഡക്റ്റ് തിരിച്ച് റിയാക്റ്റൻസിനായിട്ട് മാറുന്നു. ഇങ്ങനെയുള്ള റിയാക്ഷൻസ് ആണ് റിവേഴ്സിബിൾ റിയാക്ഷൻസ്. ഒരു എക്സാമ്പിൾ നോക്കാം. എ ഗിവ്സ് ബി. എ എന്ന റിയാക്റ്റന്റ് ബി എന്ന പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു, തിരിച്ച് ബി എ ആയിട്ടും മാറാം. ഇങ്ങനെ രണ്ട് ഡയറക്ഷനിൽ നടക്കുന്ന റിയാക്ഷൻസ് ആണ് റിവേഴ്സിബിൾ reaction. The process by which a reactant is converted to product is called forward reaction. Reactant product ആയിട്ട് മാറുന്ന റിയാക്ഷൻ പറയുന്ന പേരാണ് forward reaction. The process by which product is converted to reactant is called backward reaction. റിയാക്റ്റന്റ് പ്രോഡക്റ്റ് ആയി മാറുന്ന പ്രോസസ്സ് ഫോർവേഡ് റിയാക്ഷനും, പ്രോഡക്റ്റ് റിയാക്റ്റന്റ് ആയിട്ട് മാറുന്ന പ്രോസസ്സ് ബാക്ക്വേർഡ് റിയാക്ഷനുമാണ്. At equilibrium, the rate of forward reaction is equal to the rate of backward reaction. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആവുന്ന സ്റ്റേറ്റിനെയാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അറ്റ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ is equal to the rate of backward reaction. At equilibrium, the reaction does not stop, but both the reactions takes place at the same rate. ഇക്വിലിബ്രിയത്തിൽ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. രണ്ട് ഡയറക്ഷനിലും റിയാക്ഷൻ ഒരേ റേറ്റിൽ നടക്കുന്നു. Such equilibrium is called dynamic equilibrium. അതായത് റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, രണ്ട് റിയാക്ഷനും അതായത് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും സെയിം റേറ്റിൽ നടക്കുന്നു. അങ്ങനെയുള്ള ഇക്വിലിബ്രിയം ആണ് ഡൈനാമിക് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം ഇൻ ഫിസിക്കൽ പ്രോസസ്സസ്. ഫേസ് ട്രാൻസ്ഫോർമേഷൻ എല്ലാം ഫിസിക്കൽ പ്രോസസ്സാണ്. സോളിഡ് ലിക്വിഡ് ആവുന്നത്, ലിക്വിഡ് ഗ്യാസ് ആവുന്നത്,
സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആവുന്നത്. ഇതെല്ലാം ഫിസിക്കൽ പ്രോസസ്സാണ്. ഇതിൽ നടക്കുന്ന ഇക്വിലിബ്രിയത്തെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ലെറ്റ്സ് സീ സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം. സോളിഡും ലിക്വിഡും തമ്മിലുള്ള ഇക്വിലിബ്രിയം. കൺസിഡർ എ പെർഫെക്റ്റ്ലി insulated thermoflask containing some water and ice at 273 Kelvin and 1 atmospheric pressure. Since the flask is insulated, there is no exchange of heat between system and surroundings. As long as the temperature remains constant, there is no change in the masses of ice and water. ഒരു തെർമോ ഫ്ലാസ്കിൽ വെച്ചിരിക്കുന്ന ഐസും വാട്ടറും കൺസിഡർ ചെയ്യാം. ഇത് 273 കെൽവിനിലും 1 atm പ്രഷറിലുമാണെന്ന് കൺസിഡർ ചെയ്യുക. ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. സിസ്റ്റവും സറൗണ്ടിങ് തമ്മിൽ മാറ്ററോ അല്ലെങ്കിൽ ഹീറ്റോ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. ടെമ്പറേച്ചറിൽ ചേഞ്ച് വരാത്തിടത്തോളം കാലം ഈ ഐസിൻ്റെയും ലിക്വിഡ് വാട്ടറിൻ്റെയും മാസിൽ ഒരു ചേഞ്ചും വരുന്നില്ല. ദാറ്റ് ഈസ് ദ സോളിഡ് ഐസ് ആൻഡ് ദ ലിക്വിഡ് വാട്ടർ ഈസ് അറ്റ് ഇക്വിലിബ്രിയം. ആൻഡ് ഇക്വിലിബ്രിയം ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ solid water and liquid water. That is, H2O solid is in equilibrium with H2O liquid. It is a dynamic equilibrium. That is, both the processes takes place simultaneously. That is, some molecules from the liquid water joins onto the ice, and at the same time some ice molecules pass into the liquid state. അതായത് ഐസ് മെൽറ്റ് ചെയ്ത് ലിക്വിഡ് വാട്ടറായി മാറുന്ന പ്രോസസ്സിൻ്റെയും തിരിച്ച് ലിക്വിഡ് വാട്ടർ ഐസായിട്ട് മാറുന്ന പ്രോസസ്സിൻ്റെയും റേറ്റ് ഈക്വൽ ആയിരിക്കും. ഈ റേറ്റ് ഈക്വൽ ആവുന്നത് കൊണ്ട് ഈ ലിക്വിഡ് ഫേസിൻ്റെയും സോളിഡ് ഫേസിൻ്റെയും മാസിൽ വ്യത്യാസം വരുന്നില്ല. ഡൈനാമിക് ഇക്വിലിബ്രിയമാണ്. രണ്ട് പ്രോസസ്സും സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നു. ഈ രണ്ട് പ്രോസസ്സിൻ്റെയും റേറ്റ് ഈക്വൽ ആയിരിക്കും. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് solid and liquid phases are at equilibrium is called melting point or freezing point. ഒരു സോളിഡും ലിക്വിഡും ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്ന പേരാണ് മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ്. സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയത്തിൽ ഓർക്കേണ്ട പോയിന്റ്, ഹീറ്റ് ചേഞ്ച് നടക്കുന്നില്ലെങ്കിൽ സോളിഡ് ഫേസിൻ്റെയും ലിക്വിഡ് ഫേസിൻ്റെയും മാസ് കോൺസ്റ്റന്റ് ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് ഡൈനാമിക് ഇക്വിലിബ്രിയമാണ്. രണ്ട് പ്രോസസ്സും സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നു. രണ്ടിൻ്റെയും റേറ്റ് ഈക്വൽ ആയിരിക്കും. ഒരു ലിക്വിഡും സോളിഡും ഏത് ടെമ്പറേച്ചറിലാണോ ഇക്വിലിബ്രിയത്തിലാവുന്നത് ആ ടെമ്പറേച്ചർ പറയുന്ന പേരാണ് മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം. ഒരു ക്ലോസ്ഡ് വെസലിൽ വെച്ചിരിക്കുന്ന വാട്ടർ ഹീറ്റ് ചെയ്യുന്നതായി കൺസിഡർ ചെയ്യുക. വാട്ടർ മോളിക്യൂൾസ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് എസ്കേപ്പ് ചെയ്യുന്നു. ടൈം പാസ് ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ വാട്ടർ മോളിക്യൂൾസ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് എസ്കേപ്പ് ആവും. ഈ ഗ്യാഷ്യസ് മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്യുന്നു. അതേപോലെ കണ്ടെയ്നറിന്റെ വോളുമായും ലിക്വിഡ് സർഫസുമായും കൊളീഷൻ നടക്കുന്നു. അതിന്റെ ഫലമായി ഈ ഗ്യാഷ്യസ് മോളിക്യൂള് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് തന്നെ കൺവേർട്ട് ആവാൻ തുടങ്ങും. ഒരു ഗ്യാസ് ലിക്വിഡ് ആവുന്ന പ്രോസസ്സിനെയാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റ് എത്തുമ്പോൾ റേറ്റ് ഓഫ് എവാപ്പറേഷനും റേറ്റ് ഓഫ് കണ്ടൻസേഷനും
ഈക്വൽ ആവും. ആ സ്റ്റേറ്റിനെയാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അറ്റ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് കണ്ടൻസേഷൻ is equal to the rate of evaporation. H2O ലിക്വിഡും H2O ഗ്യാസും ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഒരു ലിക്വിഡ് അതിൻ്റെ വേപ്പറുമായി ഇക്വിലിബ്രിയത്തിലായിരിക്കുമ്പോൾ ആ വേപ്പേഴ്സ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. Vapor pressure of a liquid depends on nature of the liquid and temperature. Temperature കൂടുമ്പോൾ വേപ്പർ പ്രഷറും കൂടുന്നു. ഏത് ടെമ്പറേച്ചറിലാണോ ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫറിക് പ്രഷറിന് ഈക്വൽ ആവുന്നത് ആ ടെമ്പറേച്ചറാണ് ബോയിലിംഗ് പോയിന്റ്. അറ്റ്മോസ്ഫറിക് പ്രഷറിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് മാറുന്നു. ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ അറ്റ്മോസ്ഫറിക് പ്രഷർ കുറവായിരിക്കും, അവിടെ ബോയിലിംഗ് പോയിന്റും കുറവായിരിക്കും. ഡെപ്ത് കൂടുന്തോറും പ്രഷർ കൂടും, അവിടെ ബോയിലിംഗ് പോയിന്റും കൂടുതലായിരിക്കും. ഇക്വിലിബ്രിയം ബിറ്റ്വീൻ വേപ്പേഴ്സ് ആൻഡ് ലിക്വിഡ് ഈസ് അറ്റൈൻഡ് ഓൺലി ഇൻ എ ക്ലോസ്ഡ് വെസൽ. ലിക്വിഡും അതിൻ്റെ വേപ്പറും ഇക്വിലിബ്രിയത്തിലാവുന്നത് ക്ലോസ്ഡ് വെസലിൽ ആയിരിക്കുമ്പോൾ മാത്രമാണ്. ഇഫ് ദ വെസൽ ഈസ് ഓപ്പൺ, ദ വേപ്പേഴ്സ് ലീവ് ദ വെസൽ ആൻഡ് ഗെറ്റ് ഡിസ്പേഴ്സ്ഡ്. ഓപ്പൺ വെസലിലാണെങ്കിൽ ഈ വേപ്പേഴ്സ് വെസലിന് പുറത്തേക്ക് ഡിസ്പേഴ്സ്ഡ് ആവുന്നു. അതുകൊണ്ട് റേറ്റ് ഓഫ് കണ്ടൻസേഷൻ റേറ്റ് ഓഫ് എവാപ്പറേഷനേക്കാളും കുറവായിരിക്കും. അതായത് കണ്ടൻസേഷൻ്റെ റേറ്റും എവാപ്പറേഷൻ്റെ റേറ്റും ഈക്വൽ ആവില്ല. അതുകൊണ്ട് ഓപ്പൺ വെസലിൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നില്ല. ഒരു ക്ലോസ്ഡ് വെസലിലായിരിക്കുമ്പോൾ മാത്രമാണ് ലിക്വിഡും വേപ്പേഴ്സും തമ്മിൽ ഇക്വിലിബ്രിയത്തിൽ ആവുന്നത്. സോളിഡ് വേപ്പർ ഇക്വിലിബ്രിയം. ഒരു സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് സബ്ലിമേഷൻ. അങ്ങനെയുള്ള ഒരു സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ് അയോഡിൻ. ഒരു ക്ലോസ്ഡ് വെസലിൽ വെച്ചിരിക്കുന്ന സോളിഡ് അയോഡിൻ കൺസിഡർ ചെയ്യുക. കുറച്ച് സമയം കഴിയുമ്പോൾ ആ വെസലിൽ അയോഡിൻ്റെ വേപ്പേഴ്സ് ഫില്ല് ചെയ്യുന്നു. അതായത് സോളിഡ് അയോഡിൻ വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് വയലറ്റ് കളറിലുള്ള വേപ്പേഴ്സ് ഫോം ചെയ്യുന്നത്. ആസ് ടൈം പാസസ് the intensity of violet color increases. ടൈം കൂടുന്നതനുസരിച്ച് ആ വയലറ്റ് കളറിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരുന്നു. ആഫ്റ്റർ സം ടൈം ദ ഇൻറ്റൻസിറ്റി ഓഫ് വയലറ്റ് കളർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഒരു സ്റ്റേറ്റിലെത്തുമ്പോൾ ഈ വയലറ്റ് കളറിൻ്റെ ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നു. ദാറ്റ് ഈസ് ആൻ ഇക്വിലിബ്രിയം is established between solid iodine and iodine vapors. Solid iodine iodine vapors തമ്മിൽ ഇക്വിലിബ്രിയത്തിലാവുമ്പോഴാണ് ഈ കളറിൻ്റെ ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആവുന്നത്. ദാറ്റ് ഈസ് an equilibrium is established between solid iodine and iodine vapor. Next topic is equilibrium involving dissolution of solids or gases in liquids. ഒരു സോളിഡോ അല്ലെങ്കിൽ ഗ്യാസോ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോഴുള്ള ഇക്വിലിബ്രിയം. ഫസ്റ്റ് ലെറ്റ്സ് സീ equilibrium involving dissolution of solids in liquids. When we add small quantity of sugar into water, it dissolves. If we add more sugar to the water, it also dissolves. But when we continue to add more and more sugar to the same amount of water, a stage is reached when no more sugar appears to dissolve. ഒരു ഫിക്സ്ഡ് എമൗണ്ട് വാട്ടറിലേക്ക് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നു.
ആദ്യം നമ്മൾ ആഡ് ചെയ്യുന്ന ഷുഗർ എല്ലാം ഡിസോൾവ് ചെയ്യും. അതായത് ആ സൊല്യൂഷൻ അൺസാച്ചുറേറ്റഡ് ആണ്. ദ സൊല്യൂഷൻ ഇൻ വിച്ച് മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ് ഈസ് കോൾഡ് ആൻ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. നമ്മൾ ആഡ് ചെയ്യുന്ന സൊല്യൂട്ട് എല്ലാം ഡിസോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ അൺസാച്ചുറേറ്റഡ് ആണ്. ആ സൊല്യൂഷനിൽ ഇനിയും നമുക്ക് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സൊല്യൂഷനാണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് എത്തുമ്പോൾ പിന്നെ ഷുഗർ ഡിസോൾവ് ചെയ്യില്ല. അങ്ങനെയുള്ള സൊല്യൂഷനാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ദ സൊല്യൂഷൻ ഇൻ വിച്ച് no more solute can be dissolved is called a saturated solution. Once the solution becomes saturated, the concentration of sugar in solution remains constant. That is, an equilibrium is established between molecules in the solid state and molecules in the solution. That is, sugar in solution is in equilibrium with the sugar in solid. That is, an equilibrium exists between dissolved sugar and undissolved sugar. Equilibrium involving dissolution of gas in liquid. ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇക്വിലിബ്രിയം. ഗ്യാസസ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ suitable liquids. The solubility of a gas in liquid depends on temperature and pressure. ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സ് ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. The effect of pressure on solubility of gas in liquid is given by Henry's law. ഒരു ഗ്യാസ് ലിക്വിഡ് ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സിന് എങ്ങനെയാണ് പ്രഷർ അഫക്റ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ലോ ആണ് ഹെൻറീസ് ലോ. ദ എഫക്റ്റ് ഓഫ് പ്രഷർ on the solubility of gas in a liquid is given by Henry's law. Henry's law states that the mass of a gas dissolved in a given mass of the solvent at a particular temperature is directly proportional to the pressure of the gas above the solvent. The mass of a gas dissolved in a given mass of the solvent at a particular temperature is directly proportional to the pressure of the gas above the solvent. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഫിക്സ്ഡ് എമൗണ്ട് സോൾവെന്റിൽ എത്രമാത്രം ഗ്യാസ് ഡിസോൾവ് ചെയ്യും എന്നുള്ളത് ആ ഗ്യാസിന്റെ പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് ഹെൻറീസ് ലോ. ഗ്യാസിന്റെ പ്രഷർ കൂടുതലാണെങ്കിൽ കൂടുതൽ എമൗണ്ട് ഗ്യാസ് ആ ഗിവൺ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യും. പ്രഷർ കുറവാണെങ്കിൽ ചെറിയ അളവിൽ മാത്രമേ ഗ്യാസ് ആ ഗിവൺ എമൗണ്ട് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുള്ളൂ. ഇതാണ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. or M is the mass of the gas and P is the pressure of the gas. M is proportional to P, or M equal to a constant KH into P. M equal to KH into P, or KH is called Henry's constant. KH is the Henry's constant. ഒരു ഗിവൺ എമൗണ്ട് ലിക്വിഡിൽ എത്രമാത്രം ഗ്യാസ് ഡിസോൾവ് ചെയ്യും എന്നുള്ളത് ആ ഗ്യാസിൻ്റെ പ്രഷറിന്
ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ഇതാണ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോയുടെ ഒരു ആപ്ലിക്കേഷനാണ് സോഡ വാട്ടർ മേക്കിംഗ്. സോഡ നിർമ്മിക്കുമ്പോൾ ഹൈ പ്രഷറിലാണ് ബോട്ടിൽ സീൽ ചെയ്യുന്നത്. ഹൈ പ്രഷർ കൊടുക്കുമ്പോൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂള് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു. ഈ സോഡ ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലേക്ക് താഴുന്നു. അതുകൊണ്ട് അതിനകത്ത് നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് പുറത്തോട്ട് എസ്കേപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാണ് സോഡ വാട്ടർ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ അതുകൊണ്ടാണ് സോഡ വാട്ടർ ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എഫർവസൻസ് വരുന്നത്. അതായത് സോഡ വാട്ടറിൻ്റെ ബോട്ടിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ പതഞ്ഞു വരും. അതിന് കാരണം കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂള് എസ്കേപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. ഉയർന്ന പ്രദേശങ്ങളിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മളെ ബ്ലഡിൽ ഡിസോൾവ് ചെയ്യുന്ന ഓക്സിജന്റെ അളവും കുറവായിരിക്കും. ഹെൻറീസ് ലോ പ്രകാരം ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സ് ആ ഗ്യാസിന്റെ പ്രഷറിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. പ്രഷർ കുറയുമ്പോൾ ഡിസോൾവ് ചെയ്യുന്ന ഗ്യാസിന്റെ അളവും കുറവായിരിക്കും. അതുകൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിൽ നമ്മളെ ബ്ലഡിൽ ഡിസോൾവ് ചെയ്യുന്ന ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. ബ്ലഡിലുള്ള ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ നമുക്ക് ഫിസിക്കൽ വീക്ക്നെസ് വരും. ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അനോക്സിയ. ഓക്സിജന്റെ അളവ് ബ്ലഡിൽ കുറയുമ്പോൾ നമുക്ക് ഫിസിക്കൽ വീക്ക്നെസ് വരും. അതാണ് അനോക്സിയ. ഇതും ഹെൻറീസ് ലോയുടെ ഒരു ആപ്ലിക്കേഷൻ ആണ്.